അപ്പൊ അമ്മ ഇരിക്കും, കെട്ടിപ്പിടിക്കും, തടയി തരും, ഉമ്മ തരും, എന്നിട്ട് അവസാനം പറയും മോനെ ഇപ്പൊ മാറിയോ, ചോക്ലേറ്റ് നമുക്ക് വേറൊരു ദിവസം മേടിക്കാം, ഇന്ന് നമുക്ക് വാങ്ങാൻ പറ്റൂല. അങ്ങനെ ഒരു 1-2 പ്രാവശ്യം ആയി കഴിയുമ്പോൾ ആ കുട്ടിയുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാണ്. ആ കുട്ടിക്ക് കരഞ്ഞു എന്ന് വിചാരിച്ചിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടി തന്നെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആസ് എ പേരന്റ് നമ്മൾ പതുക്കെ വേറൊരു കാര്യം കൂടി പഠിപ്പിക്കുന്നത്, ഇമോഷൻസ് ഇനി നമ്മളിപ്പോ കരയാനൊക്കെ, ചോക്ലേറ്റ് മാത്രമല്ലോ, ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് കരയാനൊക്കെ തോന്നും. ഇങ്ങനെ വരുന്ന സമയത്ത് മറ്റൊരാളുടെ സഹായമില്ലാതെ, ഇപ്പൊ അമ്മ കൂടെ ഇരിക്കുന്നുണ്ട് എന്ന് കരുതി അമ്മ അറ്റം വരെ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ അമ്മ ഇല്ലാത്തൊരു സാഹചര്യം വരാം, അങ്ങനെ ഒരു ലോകം ഉണ്ടാവും, അമ്മമാരെ ഉണ്ടാവില്ലല്ലോ എപ്പോഴും. അപ്പൊ അങ്ങനെ ഒരു അച്ഛനും അമ്മയും ബോത്ത് ഉണ്ടാവാത്ത സാഹചര്യത്തിലും സങ്കടം ഉണ്ടാവും. അപ്പൊ ആ സങ്കടത്തിന് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചോക്ലേറ്റ് നമുക്ക് എപ്പോഴും കിട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ലൈഫിൽ എല്ലാ സമയത്തും കിട്ടൂല. അപ്പൊ ആ റിജക്ഷൻ, ആ നോ, അത് വരാം കേട്ടോ. അത് എവിടം വരെ വരാം, ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുമ്പോഴും വരാം, ചോക്ലേറ്റ് കിട്ടുമ്പോഴും വരാം. അപ്പൊ എല്ലായിടത്തും നോ ബേസിക്കലി ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് 2 ഉത്തരം എന്തായാലും വരും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അത് കിട്ടൂല. പിന്നെ ബാക്കി നിൽക്കുന്നത് എന്താ, നമ്മുടെ സങ്കടമല്ലേ. ആ സങ്കടത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, കുറച്ചേരം കഴിയുമ്പോൾ തീരും. ഓക്കെ, അത് തീരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് സങ്കടത്തിന്റെ ഇടയിൽ പോയിട്ട് വേറെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. എനിക്ക് സങ്കടം വരുന്നു, എനിക്ക് സങ്കടം വന്നിട്ട് അത് കുഴപ്പമൊന്നും കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു എനർജി തന്നെയാണ് ആങ്കറും. അപ്പൊ ആകെയുള്ള ഒരു ഡിമാൻഡ് വെക്കുന്നത്, ആ ഇമോഷൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാതിരിക്കുക. അതിനെ ഹാൻഡിൽ ചെയ്യുന്ന പല ടെക്നീക്സ് ഉണ്ട്. അത് പക്ഷെ ജനറലിസ്റ്റിക് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എല്ലാരും ഇത് തന്നെ ചെയ്യണമെന്ന്. അത് ഓരോരുത്തർക്ക് സ്പെസിഫിക് ആണ്, ഒരാളുടെ ക്യാരക്ടർ, ഒരാളുടെ ഇഷ്ടങ്ങൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ പറയാം, ആ രീതിയിൽ ആ ആങ്കർ ഉള്ള സമയത്തിന് നിങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്യൂ. അത് കഴിഞ്ഞിട്ട് തീരുമാനങ്ങൾ എടുക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാം, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പോലും അത് കഴിഞ്ഞിട്ട് മതി. ദേഷ്യമുള്ള സമയത്ത് എടുക്കുന്ന തീരുമാനം, ആ സമയത്ത് പറയുന്ന വർത്താനം ഒക്കെ മിക്കവാറും നമ്മൾ പിന്നീട് റിഗ്രറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വരാൻ പോകുന്നത് ഒരു ഭയങ്കര ഗിൽട്ടാ. ആ സമയത്ത് സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അത് ചെയ്തോണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ആങ്കർ ഒന്ന് തീരുന്നവരെ ആ സമയത്തില് നമ്മളെ തന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്യാം. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇപ്പൊ ഹാൻഡിൽ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, എങ്ങനെയാ ഇത് ഹാൻഡിൽ ചെയ്യാം? അത് ടെക്നിക്ക് ഉണ്ട്. അതിപ്പോ ചില ആൾക്കാരോട് നമ്മൾ പറയുന്നത്, ഇപ്പൊ ഇടിച്ച് തന്നെ തീരുള്ളൂ, ഇനി ഇതല്ല എനിക്ക് വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, എന്നാ വീട്ടിലൊരു പഞ്ചിങ് ബാഗ് തൂക്കിയിടാൻ പറയും. അവർക്ക് ഇടിക്കണമെന്നല്ലേ ഉള്ളൂ, ഒരു മനുഷ്യനെ ഇടിക്കാതിരുന്നാ മതിയല്ലോ എന്ന് പറയാം. അപ്പൊ അങ്ങനെ എന്ത് രീതിയിൽ നിങ്ങൾ മാനേജ് ചെയ്യുന്നുള്ളത് അല്ല വിഷയം, നിങ്ങളത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് വിഷയം.